ഹലോ. സംഭവം ഞാനിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനാണ് കേട്ടോ. നമ്മുടെ കൂടെ ഡെക്കാൻ റെസ്ലിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന അക്രമനാണ്. അക്രമന് ചെറിയൊരു പരിക്ക് പറ്റി ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ അധീര കൂടെ വരുന്നുണ്ട്. അപ്പോൾ അധീര വന്നിട്ട് പാരിപ്പള്ളിയിൽ നിന്നാണ് അധീര വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു റിയൂണിയൻ പോലെ ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റും. സംഭവം പുള്ളിക്കാരനെ പോകുന്ന കാണണം. പുള്ളിക്കാരൻ കൊല്ലത്താണ് കേട്ടോ. അവൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറേ നാളുകൊണ്ട് വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ പോകുന്നതിൽ വിഷമമുണ്ട്. എന്നാലും നമുക്കങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. നല്ല മഴക്കോളുണ്ട്. നമ്മുടെ അധീര പാരിപ്പള്ളിയിൽ വന്നിരിക്കണം, പാരിപ്പള്ളി ജംഗ്ഷനിൽ വന്നിരിക്കണം. പുള്ളിയെ കൂട്ടണം. അപ്പോൾ ഓക്കെ, അവിടെ പോയിട്ട് ഇനി അധീരയെ കൂട്ടണം. നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഹെൽമെറ്റ് എടുത്തോ? അത് ഊരി പോവരുത്. സൂപ്പർ നെയ്ച്ചോറും ബീഫും ഫിനിഷ്. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ചെക്കനെ കാണിച്ചു തരാം. ശരിക്കും ഇതെന്താണ് സംഭവിച്ചത് പറയാമോ? ശരിക്കും ഇതെന്താണ് സംഭവിച്ചത്? ഒരു മാങ്ങ കാരണമാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ചെക്ക എനിക്ക് വേണ്ടിയിട്ട് വെച്ച സാധനങ്ങളുണ്ട്. നമ്മുടെ ജോൺസിനയുടെ ലോഗോ ആണ്. പിന്നെ സ്പെഷ്യലായിട്ട് വേറെ സാധനമുണ്ട്, കാണിച്ചു തരാം. പിടിച്ചേടാ. ഇവൻ ഇത്ര നാളുകൊണ്ട് ഞാൻ വിളിക്കണമെന്ന് പറയാമോ? പക്ഷെ ഇതിനായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. വന്നത് ഇതിനായിപ്പോയി. ഞാനും കണ്ടില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഞാനും കണ്ടില്ല. ഇവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ. വീട്ടിൽ പോകില്ല. അതിൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാം. ഇത് വന്നിട്ട് ടേബിൾ കലണ്ടറാണ്. അതിൻ്റെ എന്താണ് ഉണ്ടാക്കിയാണെന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ എൻ്റെ ജോൺസിനെ ഭ്രാന്ത് കൊണ്ട് ചെക്കൻ ചെയ്തതാണ്. ഏതെങ്കിലും പേര് വിട്ടോണോ? എല്ലാം പുതിയതാണല്ലോ. എല്ലാം പക്ക സാധനങ്ങൾ. നമ്മുടെ ഇങ്ങനെ നമ്മുടെ ചെക്കൻ ചെയ്ത സാധനമാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കൂലേ? അപ്പോൾ ഇതുപോലുള്ള ടേബിൾ കലണ്ടറൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചെക്കൻ്റെ നമ്പർ അടിയിൽ കൊടുത്തിരിക്കാം. പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്യുക. സെറ്റ് കേട്ടോ. ഇത് പരസ്യമല്ല. ഞാനിവനെ ഈ സംഭവം ഞാനും ഇപ്പോഴാണ് കാണുന്നത്. ഇവൻ കുറച്ചാളുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. സാധനം ചെയ്ത് വെച്ചേക്കുന്നു, വാ 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 വാ. അടിപൊളി. തങ്കപ്പനല്ലടാ. ഇത് പരിപാടി ആക്കാൻ കേട്ടോ നിനക്ക്. സാധനം കിട്ടുന്ന സാധനം. പിള്ളേരാണ് ഇതിന്റെ ക്രേസി പിള്ളേരുണ്ട്. പക്ഷെ നമ്മുടെ ഇതിന്റെയൊക്കെ ടൈം കഴിഞ്ഞു. അതാണ് വിഷയം. പക്ഷെ എന്റെ പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിൽ നിനക്ക് എന്തുമാത്രം പണി തരണമെന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല, പണി ഇഷ്ടമാണ്. അറിയാവുന്ന പണിയില്ല ചെയ്യുന്ന. എന്തോന്നും ബോഡി
ഓടി ആൾക്കാരെല്ലാം കണ്ടതാണ്. ചെക്ക ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കണ്ട കേട്ടാ. ഒരു കൂട്ടം ജനങ്ങളെ ഇളക്കി ഒരുത്തനാണ് ഇവൻ. എന്ന് പറഞ്ഞാൽ അതെ, ഒരുപാട് റെസ്ലേഴ്സ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം വരവോടുകൂടി സാധിച്ചെടുത്തതാണ്. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ കയ്യിലെ അവസ്ഥ. ഇതായിരുന്നു കേട്ടോ, 2 ഒടിവുണ്ടായിരുന്നു. അത് നമ്മൾ പ്ലേറ്റ് ഇട്ട് റെഡിയാക്കി ഇപ്പം കാണിച്ചു. ഓ മാരകം. ഇപ്പൊ കൈ പൊക്കാനും താക്കാനൊക്കെ പറ്റുന്നല്ലേ? മാങ്ങ പറിക്കണ്ടേ? വാ നമുക്ക്, നീ മാങ്ങ കുറച്ച് നല്ല ഒന്ന് കണ്ടിട്ട് വരാം. വാ വാ അങ്ങോട്ട് വരാം. ചെക്ക എന്ത് മതിലിന്റെ വണ്ടേ കയറിയെന്ന് പറയാം. നമുക്ക് മതിൽ നമ്മുടെ ചെക്കൻ മതിൽ കാണിക്കാനായിട്ട് വരുന്നു. ഏത് മാങ്ങ പറിക്കാൻ കയറിയപ്പോഴാണ്ടാ വീണ? മാങ്ങയൊക്കെ പോയാ? നീ വന്നപ്പോ മാങ്ങയും കൊണ്ട് തന്നെ വന്ന്. ഇതിന്റെ വണ്ട എങ്ങനെ കയറി നീ? ഇവിടെ ചവിട്ടി അവിടെ പിടിച്ചിട്ട് തിരിഞ്ഞപ്പോ എവിടെ വീണ? എന്റെ മോനെ, നീ എന്നിട്ട് എവിടെ നിന്ന മാങ്ങ പറിക്കാൻ നോക്കിയത്? ഇവിടെ നോക്കി തോട്ട വെച്ചിട്ട്. തോട്ടയും കൊണ്ട് കയറിയത്. ഓക്കെ, തോട്ട കൊണ്ട് പിറ്റാൻ പറ്റിയില്ല. ഇവിടെ വെച്ചിട്ട് ഇവിടെ നീ ആളുണ്ടായിരുന്ന നീ കയറിയ സമയത്ത്? ഇതിന് വണ്ടേ കയറിയ സമയത്ത് കൂടെ ആളുണ്ടായിരുന്ന? അമ്മയുടെ ഇരിപ്പുണ്ടായിരുന്നു. കണ്ട് നീ കയറുന്നത് വീണത് കണ്ട്. ഞാൻ അവിടെ അങ്ങനെ കിടന്നേന്. ബോധം പോയതിന്റെ ഇല്ല, എന്റെ കൈ ഇല്ല, ഓസ് മടങ്ങത്തില്ലേ, അതുപോലെ അങ്ങ് മടങ്ങി. അപ്പൊ മനസ്സിലായി പൊട്ടിയെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഗേറ്റ് തുറന്ന് ഓടി വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞ അമ്മ കൈ ഒടിഞ്ഞ്. നീ അങ്ങനെ കയറി വന്നു ഒടിഞ്ഞിട്ട്? മുതലാളി ഒരു മരം. ഈ ഗേറ്റ് തുറന്ന് അതിലേക്കൂടെ കറങ്ങി ആ ഗേറ്റ് തുറന്ന് അമ്മയെടുത്ത് പറഞ്ഞ് കൈ ഒടിഞ്ഞ്. അമ്മ ആകാതെ കൈ ഒടിഞ്ഞ്. അമ്മയാണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ കൂടെ പോയി ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ ഓട്ടോ കയറി. കണ്ടായിരുന്നു ആ എക്സ്റേ ഉണ്ടായിരുന്നു. 2 അയലിന്റെ 2 ഹോട്ടൽ. പണ്ടൊരുക്ക എനിക്ക് ഒരു ഹോട്ടൽ വന്നിട്ട് തന്നെ എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. നീ അങ്ങ് വരെ അങ്ങനെ കറങ്ങി വന്നെങ്കിൽ നീ ഭീകരനാണ്ടാ. ഞാൻ കറങ്ങില്ല, അതും വെച്ചോണ്ട് വേദന ഉണ്ടായിരുന്നു, പക്ഷെ കൺട്രോളബിൾ ആയിരുന്നു. അതിന് വേദനിക്കാനൊരു ബുദ്ധി വേണം. മരവിച്ചാണ് അതിന്റെ വേദന അടിച്ചിട്ടേ. വാ ഇനി അടുത്തതായിട്ട് നമ്മുടെ അതിൽ താണ്ട തോട്ട. അധീരയുടെ അതിസാഹസികമായ മാങ്ങ പറി. ഇത് തേങ്ങയല്ല, ഓക്കെ അത് പിടിവാ. ഇതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആവും. മാങ്ങയെ കണക്ക് നിൽക്കുന്ന എറുമ്പും കൂടെ ഉണ്ട് കേട്ടോ. പറി എടാ പറയടാ. എൻ്റെ ഇടയിലൊക്കെ ഇട്ടാൽ നിൽപ്പുണ്ട് കേട്ടോ. അത് കുഞ്ഞന. നീ ഇത് ശ്രമിക്ക്, അതിലെറുമ്പുണ്ട. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ചെക്കൻ വെറുതെ ഒന്നും മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയതല്ല. ചെക്കന് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ കൊതി വന്നിട്ട് കയറിയതാണ്. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാമ്പഴം കണ്ട. ഇത് വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ, അതായത് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാനുള്ള അതിയായ കൊതി കാരണം കയറിയപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. കഥകളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഹൃദയം തകർന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇറങ്ങണേ. ഈ അടുത്ത നമ്മുടെ കഥയായിട്ട് നമ്മൾ ഉടനെ വരും.